ചെങ്ങന്നൂർ ഭാസ്കര കാർണവർ വധക്കേസ് 2009 കേരളത്തെ ഞെട്ടിച്ച ഒരു കൊലപാതക കേസായിരുന്നു. ഒന്നാം പ്രതി ഷെറിനെയൊക്കെ അന്ന് മാധ്യമങ്ങളൊക്കെ ഒരുപാട് കൊണ്ടാടിയതാണ്, ആഘോഷിച്ചതാണ്. കാരണം ഷെറിൻ എന്ന അതീവ സുന്ദരിയായ മരുമകൾ തന്റെ അമ്മായിയപ്പനെ കൊലപ്പെടുത്തുക, അത് കാമുകനൊപ്പം ചേർന്ന് സ്വത്തിനായി എന്നുള്ള ഒരുപാട് വാർത്തകൾ അന്ന് കേരളീയ മനസാക്ഷിയൊക്കെ ഒരുപാട് ചർച്ച ചെയ്തതാണ്. ഈ ഷെറിന്റെ മോചനത്തിന് വഴി തുറക്കുന്നു. 14 വർഷമായി ഷെറിൻ ജയിലിലാണ്. മോചനത്തിന് വഴി തുറക്കുന്നു. ജീവപര്യന്തം തടവിന് ശിക്ഷിക്കപ്പെട്ട ഷെറിന് ശിക്ഷാ ഇളവ് നൽകാൻ മന്ത്രിസഭ തീരുമാനിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. ശിക്ഷ 14 വർഷം പൂർത്തിയായാലാണ് ഇളവ് നൽകുന്നത്. ഭാസ്കര കാർണവരെ മകന്റെ ഭാര്യയായ ഷെറിൻ 2009 നേരത്തെ പറഞ്ഞ പോലെ കൊലപ്പെടുത്തിയത്. അത് അമേരിക്കൻ മലയാളി കൂടിയാണ് ഭാസ്കര കാർണവർ എന്ന് നമുക്കറിയാം. വി അരുൺ ഏറ്റവും പുതിയ വിവരങ്ങൾ ചേരും. അരുണ്, നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഭാസ്കര കാർണവർ, അതായത് ചെങ്ങന്നൂരിലുള്ള ചെറിയനാട് എന്ന് പറയുന്ന സ്ഥലത്തുള്ള ജനങ്ങൾക്കെല്ലാം പരോപകാരിയായ ഭാസ്കര കാർണവർ എന്ന് പറയുന്ന മുൻ പ്രവാസി, ദീർഘകാലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമേരിക്കയിലായിരുന്നു. പിന്നീട് ഭാര്യയുടെ മരണശേഷമാണ് അയാൾ നാട്ടിലേക്ക് വരുന്നത്. അയാളുടെ മകൻ്റെ ഭാര്യയാണ് ഈ ഷെറിൻ എന്ന് പറയുന്ന യുവതി. അന്നെന്ന് പറഞ്ഞ ഈ മകൻ എന്ന് പറഞ്ഞ ചെറിയ മാനസിക, അതായത് ഒരു പക്വത കുറവുണ്ട്. അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ ഷെറിന് വൻ തുക അങ്ങോട്ട് കൊടുത്തിട്ടാണ് മകൻ്റെ ഭാര്യയായിട്ട് സ്വീകരിച്ചത്. പിന്നീടെന്ന് പറഞ്ഞാൽ അമേരിക്കയിലേക്ക് കൊണ്ടുപോകുന്നു. അവിടെ ജോലിയും കാര്യങ്ങളൊക്കെ ആകുന്നു. പിന്നീട് ഒരു കമ്പനിയിൽ ചെറിയൊരു ക്രമക്കേടിന് പിടിക്കപ്പെടുകയാണ്. അങ്ങനെ അതും ഭാസ്കരക്കാരനവർ ഇടപെട്ട് രക്ഷിച്ചിട്ടാണ് നാട്ടിലേക്ക് കൊണ്ടുവന്നത്. നാട്ടിലേക്ക് ഭാസ്കരക്കാരനവർ വരുമ്പോൾ ഈ മകനെയും അതുപോലെ ഈ ഷെറിൻ എന്ന് പറയുന്ന മരുമകളെയും പിന്നെ പേരക്കുട്ടിയും ഇവരെല്ലാവരും കൂടി ചേർന്നാണ് ഈ കാർണവേസ് വില്ലയിൽ താമസിക്കുന്നത്. അവിടെ നോക്കുമ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഭാസ്കരക്കാരനവർക്ക് പിന്നീട് മനസ്സിലായത് ഈ ഷെറിൻ്റെ സ്വഭാവം അത്ര ശരിയല്ല. രാത്രി കാലങ്ങളിൽ നിന്ന് പല ആൾക്കാരും വരുന്നു. അതുമാത്രവുമല്ല, പല ദൂർത്തുകളും നടക്കുന്നുണ്ട്. പകൽ സമയങ്ങളിലൊക്കെ എന്ന് പറഞ്ഞാൽ പല സ്ഥലങ്ങളിലും പോകുന്നു, പലരുടെ കൂടെയും കറങ്ങുന്നു. അങ്ങനെ വൻ തുകകൾ ഇങ്ങനെ ചെലവാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ കാരണവർ എന്ത് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാങ്ക് അക്കൗണ്ടിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലോസ് ചെയ്തിട്ട് തൻ്റെ പേരിലേക്ക് മാത്രമാക്കി. പിന്നീട് തന്നെ ഷെറിന് പക തോന്നാൻ തുടങ്ങി. അങ്ങനെയാണ് ഒരു കാമുകനായ ഈ ബാസിത്ത് എന്ന് പറയുന്ന അവനെയും കൊണ്ടുവന്നിട്ട് അവനെയും അവൻ്റെ കൂട്ടുകാരെയും വരുത്തിച്ചു. 2009 നവംബർ മാസത്തിലാണ് ഭാസ്കര കാർണവർ കിടപ്പുമുറിയിൽ കൊല്ലപ്പെട്ട നിലയിൽ കാണുന്നത്. അതുപോലെ കവർച്ചാ ശ്രമമാണ് എന്ന് വരുത്തി തീർക്കാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നു. പക്ഷേ പിന്നീടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷെറിനെ തന്നെ അറസ്റ്റ് ചെയ്തപ്പോഴാണ് ജനങ്ങളെല്ലാവരും ഞെട്ടിയത്. അതായത് ആദ്യത്തെ ദിവസമൊക്കെ ഷെറിൻ പിടിച്ചു നിന്നു, ഭയങ്കര കരച്ചിലും പിഴിച്ചിലും ഇനി എനിക്കാരുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട്. ഏതായാലും 14 വർഷം, ഇപ്പോൾ 2010 ഷെറിനും കൂട്ടുപ്രതികൾക്കൊക്കെ എന്ന് പറഞ്ഞാൽ ജീവപര്യന്തം തടവ് ശിക്ഷിക്കപ്പെടുന്നത്. പിന്നീടെന്ന് പറഞ്ഞാൽ ജയിലിലായിരുന്നു. പക്ഷേ ജയിലിലായപ്പോഴും ഈ സ്ത്രീ ഒരുപാട് തവണ എന്ന് പറഞ്ഞാൽ പരോളിൽ ഇറങ്ങിയിട്ടുണ്ട്. 444 ദിവസമാണ് ഇവർക്ക് പരോള് കിട്ടിയിരിക്കുന്നത്. അതുമാത്രമല്ല, ജയിലിൻ്റെ ഉള്ളിൽ എന്ന് പറഞ്ഞാൽ VIP പരിഗണനയായിരുന്നു. നല്ല രീതിയിലുള്ള പൈസ വാരി എറിഞ്ഞിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ഈ ജയിലിൻ്റെ ഉള്ളിൽ എന്ന് പറഞ്ഞാൽ ഭയങ്കര പ്രശ്നക്കാരിയാണ് ഈ സ്ത്രീ. പക്ഷേ റിപ്പോർട്ടുകളിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല നടപ്പിന്, അതായത് നല്ല കുട്ടിയാണ്, ഒരു കുഴപ്പവുമില്ല എന്നുള്ള തരത്തിലാണ്. എനിക്ക് ചോദിക്കാനുള്ളത് നമ്മുടെ ഈ മന്ത്രിസഭയോടാണ്. അതായത് ഇവിടെ കേരളത്തിൽ ഇത്രയും വലിയ പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ നടക്കുമ്പോഴേ ഒരാളെ നിഷ്ഠൂരമായി കൊലപ്പെടുത്തിയ ഈ സ്ത്രീയെ രക്ഷിക്കാൻ വേണ്ടിയിട്ട്, അതായത് ഈ 14 വർഷം പൂർത്തിയാക്കി ഇനി അങ്ങ് തുറന്നു വിടാം, എന്ത് ന്യായമാണിത്? അതാണ് ഞാൻ ആലോചിക്കുന്നത്. അതായത് ഈ മന്ത്രിമാർക്ക് വേറെ ഒരു പണിയുമില്ലേ? ഇങ്ങനെയുള്ള ഈ കേസുകളാണോ ഇവിടെ ഏറ്റവും വലുത്? ഇവിടെ എന്ന് പറഞ്ഞാൽ മനുഷ്യന്മാർ എന്ന് പറഞ്ഞാൽ ഒരു സൈഡിൽ കടുവയും അതുപോലെ തന്നെ ഒരു സൈഡിൽ അക്രമകാരികളും, പിന്നെ ജയിലിൽ നിന്ന് വന്നിട്ട് വീണ്ടും കൊലപ്പെടുത്തുന്നു. ഒരുത്തൻ ജയിലിലേക്ക് പോകുമ്പോൾ പറയുകയാണ് ഞാൻ ഇറങ്ങി വന്നാൽ വീണ്ടും കൊലപ്പെടുത്തും. പിന്നെ ഒരുത്തൻ പറയുകയാണ് എനിക്ക് 14 വർഷം കഴിഞ്ഞാൽ ഞാൻ പിന്നീട് ജീവിച്ചോളാം. ഇപ്പോഴൊന്നെന്ന് പറഞ്ഞാൽ കാമുകനെ വിഷം കൊടുത്ത് കൊലപ്പെടുത്തിയതിന് ശേഷം ജയിലിലേക്ക് പോയപ്പോൾ അത് ചിരിച്ചുകൊണ്ടാണ് പോയത്. ആ ചിരിയൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മുടെ നിയമം ഇത്രയേ ഉള്ളൂ എന്ന് പുച്ഛത്തോടുകൂടി കാണുകയാണ് ഇവന്മാർ. എന്താണെന്ന് വെച്ചാൽ 12 കൊല്ലം, 13 കൊല്ലം, 14 കൊല്ലം ഇപ്പോഴും കാണുന്നില്ലേ? അതായത് ഈ ഷെറിൻ എന്ന് പറയുന്ന ഈ നികൃഷ്ട ജീവിയെ കൂടി തുറന്നു വിടുകയാണ് പോലീസ്. അല്ല, നമ്മുടെ നിയമം എന്താണ് ഇതിൻ്റെയൊക്കെ അർത്ഥം എന്നാണ് മനസ്സിലാകാത്തത്. ഇനിയും കാരണവന്മാർ ചിലപ്പോൾ കൊല്ലപ്പെട്ടേക്കാം. അതായത് ഈ സ്ത്രീയൊക്കെ തുറന്നു വിട്ട് കഴിഞ്ഞാൽ ഇവരൊക്കെ പുറത്തെത്തിയിട്ട് എന്താണ് ചെയ്യുക എന്നറിയില്ല. ഇനി ഒരു സൈക്കോ ആയിട്ട് മാറിയിട്ടുണ്ടോ? ഇനി ഇവരെ ഇവർക്കെതിരെ സാക്ഷി പറഞ്ഞവരെയൊക്കെ ഇവർ കൊലപ്പെടുത്തുമോ, അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്ത് കളയുമോ, ഇനി എവിടെയെങ്കിലും വിഷം ചേർക്കുമോ എന്നൊന്നും നമുക്ക് പറയാൻ കഴിയില്ല. കാരണം ഇവരുടെ മൈൻഡൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായിട്ടെന്ന് പറഞ്ഞാൽ അതുപോലെ എന്താ വെച്ചാൽ ക്രിമിനൽ മൈൻഡുകളാണ്. ഇതൊന്നും ഒരിക്കലും മാറാൻ പോകുന്നില്ല. ഇവിടെയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങ് തുറന്നു വിടുകയാണ്. മന്ത്രിസഭയുടെ അംഗീകാരം എന്നിട്ട് മണ്ണാങ്കട്ടിയാണ്. ഇത് ജനങ്ങൾക്ക് പൊതുജനങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യമുള്ളതാണോ? ഇത് ഏത് പൊതുജനങ്ങൾക്കാണ് ഇത് ആവശ്യം? ഈ സാധനത്തിന് ഇങ്ങനെ തുറന്നു വിട്ടത് കൊണ്ട്, അതായത് ഈ കടുവകളെയൊക്കെ എന്ന് പറഞ്ഞാൽ കാട്ടിൽ തുറന്നു വിടും.
അതുപോലെ തന്നെ ഇതുപോലെയുള്ള കുറ്റവാളികളെ നാട്ടിൽ തുറന്നുവിടും. പിന്നെ ഇവിടെ ജീവിക്കേണ്ടവനൊക്കെ എന്ന് പറഞ്ഞാൽ ഭയത്തോടു കൂടി ജീവിക്കേണ്ട ഒരു അവസ്ഥയിലേക്കാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്, നാട്ടിലെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ ഷെറിൻ്റെ പ്രശ്നമാണോ? ഈ ഷെറിനാണോ എല്ലാത്തിനും കാരണം? ഈ ഷെറിനെ എന്തിനാണ് ഇപ്പോഴും പുറത്തു വിടുന്നത്? വല്ല ആവശ്യമുണ്ടോ? പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനധികൃതമായിട്ട് ഒരുപാട് നാൾ പരോളിൽ കഴിഞ്ഞ ഒരു വ്യക്തിയാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഇപ്പോൾ ജയിലെന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില ആൾക്കാർക്ക് തന്നെ സൂഹിക്കാനുള്ളൊരു സ്ഥലമാണ്. അതുകൊണ്ടല്ലേ ഇപ്പോൾ ഈ 2025 കഴിഞ്ഞിട്ട് ഇപ്പോൾ എത്രമാത്രം കുറ്റകൃത്യങ്ങളാണ്. ഒന്നാമത്തെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ജയിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കും പേടിയൊന്നുമില്ല. പോലീസ് എന്ന് പറഞ്ഞാൽ പേടിയില്ല. കാരണം വെച്ചാൽ പോലീസ് ആകെ തല്ലുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വല്ല സമരം നടത്തുന്ന കുട്ടികളെയോ ഇല്ലെങ്കിൽ വേറെ ആരെങ്കിലോ മാത്രമേ തല്ലുന്നുള്ളൂ. അല്ലാതെ ഈ മെയിൻ കൊലപാതകം ചെയ്ത ടീമിനൊന്നും പോലീസ് തൊടത്തില്ല, അവരൊന്നും ചെയ്യില്ല. അതുകൊണ്ട് എല്ലാവർക്കും ധൈര്യമുണ്ട്. ഇപ്പോൾ ചെന്താമരയെ തന്നെ പിടിച്ചില്ലേ? ചെന്താമരയെ പിടിച്ചു എന്ന് പറഞ്ഞിട്ട് പോലീസുകാരവിടെ പോയിട്ട് നല്ലോണം പൊതിരെ തല്ലുന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. തൊടൂല. കാരണം വെച്ചാൽ അവർക്ക് തൊടാനുള്ള അധികാരമില്ല. കാരണം തൊട്ട് കഴിഞ്ഞാൽ ഇവനെന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഇവർ സമാധാനം പറയേണ്ടി വരും. അതാണ് ഞാൻ പറയുന്നത്. അപ്പോൾ അങ്ങനെ തല്ലും പിടിയൊന്നും കിട്ടൂല. അതന്നെ വലിയൊരു സമാധാനമാണ്. പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഭയമാണ്. പോലീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ നിയമം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ശിക്ഷ, കടുത്ത ശിക്ഷ. ഒരു മയക്കുമരുന്നൊക്കെ കൈവശം വെച്ച് കഴിഞ്ഞാൽ 10 വർഷമൊക്കെ കൊണ്ടിടും. അങ്ങനെയുള്ള പേടിയും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരും ഇതിനൊന്നും മനക്കെടില്ല. പക്ഷേ ഇപ്പോഴങ്ങനെയല്ല. ഇപ്പോഴും കാലം മാറി കോലം മാറി എന്ന് പറയുന്നത് പോലെ ഇപ്പോൾ എല്ലാവൻ്റെ കയ്യിലും എന്താണെന്ന് വെച്ചാൽ ചെറിയൊരു പൊതി കിട്ടിക്കഴിഞ്ഞാൽ വരെ പിന്നീട് അവൻ പറയുന്നത് എന്താ, എനിക്ക് ഉപയോഗിക്കാനാണ്. അങ്ങനെ അതുപോലെയാണ് വകുപ്പുകൾ പോകുന്നത്. അതുപോലെയാണ് ഇപ്പോഴും കൊലപാതകങ്ങളും. ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഇവരെ തുറന്നു വിടാനേ പാടില്ല. ജീവപര്യന്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീവിത അവസാനം വരെ അതിൻ്റെ അകത്ത് ഇടണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം മന്ത്രിസഭയുടെ അംഗീകാരമുണ്ടെങ്കിൽ മാത്രമേ ജീവപര്യന്തം തടവുകാരെ വിട്ടയക്കാൻ കഴിയുകയുള്ളൂ. പക്ഷേ ഇതിനിടയിലും കുറേ ആൾക്കാർ എന്ന് പറഞ്ഞാൽ ഈ 14 വർഷം പൂർത്തിയാക്കിയിട്ടും അവിടെ തന്നെയുണ്ട്. അവരെയൊന്നും വിട്ടയക്കുന്നില്ല. എന്തുകൊണ്ടാണ്? അവർക്കൊന്നും ചിലപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഷെറിനെ പോലെ ആകാൻ കഴിഞ്ഞിട്ടുണ്ടാവില്ല. ഷെറിനാണെങ്കിലും എന്ന് പറഞ്ഞ് ജാമ്യത്തിൽ ഇറങ്ങുമ്പോൾ അവർക്ക് വേണമെങ്കിൽ ആരെ വേണമെങ്കിലും പോയിട്ട് സ്വാധീനിക്കാം. അതുകൊണ്ടായിരിക്കുമല്ലോ നല്ല നല്ല റിപ്പോർട്ടുകളൊക്കെ എന്ന് പറഞ്ഞാൽ ജയിലിൽ നിന്നും പോയിരിക്കുന്നത്. നമുക്കാർക്കും അറിയില്ലല്ലോ, ഇതിൻ്റെ ഉള്ളുകളിയും കാര്യങ്ങളൊന്നും നമുക്കറിയില്ല. ഏതായാലും ജനങ്ങൾക്ക് ഒരു താല്പര്യവും ഇല്ലാത്തൊരു കേസ് തന്നെയാണ് ഇത് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. ഇപ്പോൾ ഈ മന്ത്രിമാരൊക്കെ ഭയങ്കര ആർഭാടത്തിൽ പറയുന്നുണ്ടല്ലോ ഷെറിനെ ഞങ്ങൾ രക്ഷപ്പെടുത്തിയെന്ന്. വളരെ മോശമാണെന്നേ ഞാൻ പറയുള്ളൂ. ഒരിക്കലും ഇതിനെ ന്യായീകരിക്കാൻ കഴിയില്ല. എന്തുകൊണ്ടായിരിക്കും എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അവർക്ക് വേറെയും താല്പര്യങ്ങളുണ്ടാകാം. അതായത് വേറെ ആരെങ്കിലും വിടാനുണ്ടാകാം. അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ പ്രതിപക്ഷമായാലും ഭരണപക്ഷമായാലും ഇതിനെതിരെ ഒരു അക്ഷരം മിണ്ടാൻ പോകുന്നില്ല. കാരണം എല്ലാവർക്കും ഇത് ആവശ്യം തന്നെയാണ്. കുറേ ആൾക്കാർ അവിടെ കിടക്കുന്നുണ്ടല്ലോ. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, ഈ കാരണവർ എന്ന് പറയുന്ന ആ ഒരു മനുഷ്യൻ എന്ത് നീതിയാണ് കിട്ടിയത്? നിഷ്ഠൂരമായിട്ട് അയാളെ കൊലപ്പെടുത്തി അയാളെ സ്വന്തം വീട്ടിൽ കിടന്നുറങ്ങുമ്പോഴേ ആ മനുഷ്യൻ ഇത്രയും ചെയ്ത ഈ പ്രതികൾ ഇപ്പോഴും ഇനി വെളിയിലിറങ്ങി നടക്കുമ്പോൾ ശരിക്കും ഈ പിന്നെന്താ കാരണവർക്ക് എവിടെയാണ് നീതി കിട്ടിയത്? നീതി കിട്ടിയിട്ടില്ല എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഏതായാലും ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോ. വേറെ കഥകളുമായിട്ട് വരും. നന്ദി, നമസ്കാരം.